റിപ്പോർട്ടർ ബ്രേക്കിംഗ്. MSF ജില്ലാ കമ്മിറ്റിയെ ചൊല്ലി കണ്ണൂരിൽ ലീഗ് MSF തർക്കം. ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ കരീം ചേലേരി നോമിനേറ്റ് ചെയ്തവരുടെ സ്ഥാനങ്ങൾ MSF സംസ്ഥാന കമ്മിറ്റി മരവിപ്പിച്ചു. ഇവരെ തിരഞ്ഞെടുത്തത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണെന്ന് MSF സംസ്ഥാന കമ്മിറ്റി വിശദീകരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, എങ്ങനെയാണ് കണ്ണൂരിൽ ഇപ്പോൾ MSF ലീഗ് തർക്കം ഉടലെടുത്തിരിക്കുന്നത്? സ്മൃതി, കഴിഞ്ഞ ദിവസമാണ് MSFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. അതിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് റംഷാദ് KP, ട്രഷറർ സ്ഥാനത്തേക്ക് അനസ് കൂട്ടക്കെട്ടിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. പക്ഷേ ഈ രണ്ട് സ്ഥാനങ്ങളാണ് ഇപ്പോൾ മരവിപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഒരു ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ MSFനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഈ രണ്ടുപേരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് അധ്യാപക ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഈ MSFന്റെ ഭാരവാഹിത്വങ്ങളിൽ ഇരിക്കാൻ കഴിയില്ല. അത് സംഘടനാ വിഷയങ്ങൾ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഈ MSF സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കണ്ണൂർ ജില്ലയ്ക്കകത്ത് തന്നെ ലീഗ് MSF പക്ഷങ്ങൾ തമ്മിൽ, ഈ രണ്ട് നേതൃത്വങ്ങൾ തമ്മിൽ വലിയ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് ഈ MSF ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള തർക്കം നിലനിന്നിരുന്നു. അതായത് ജില്ലാ അധ്യക്ഷനായ അബ്ദുൽ കരീം ചേലേരിയും ഒപ്പം തന്നെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VK നജാഫും തമ്മിലാണ് ഈ രീതിയിലുള്ള തർക്കം. ഈ ലീഗ് ജില്ലാ അധ്യക്ഷന്റെ നോമിനികളായ രണ്ടു പേരുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇവർ, അതായത് ഈ MSFന്റെ കമ്മിറ്റിയെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാൻ ഈ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ നജാഫ് പക്ഷത്തിന്റെ വാദം. അതാണ് വലിയ തർക്കത്തിനിടയാക്കുകയും ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ രണ്ടു പേരുടെ തെരഞ്ഞെടുപ്പ് അത് ഇപ്പോൾ റദ്ദ് ചെയ്യുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഭരണഘടനാപരമായ നടപടി ചൂണ്ടിക്കാട്ടിയാണ് ഈ രീതിയിലുള്ള നീക്കം. ഏതായാലും സംസ്ഥാന നേതൃത്വങ്ങൾ ഒന്നായിരുന്ന്, ലീഗിന്റെയും MSFന്റെയും നേതൃത്വം കൂട്ടായിരുന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നിലവിൽ അവർ എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.